നമസ്കാരം. സൺഡേ സ്പെഷ്യൽ കൗതുക കണ്ണാടിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് നിഗൂഢതകളും അത്ഭുതങ്ങളും ഒളിപ്പിച്ചു വെച്ച പൂക്കളുടെ ലോകത്തേക്കാണ്. ഭംഗിയുള്ള പൂക്കൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. എന്നാൽ സമയം നോക്കി വിരിയുന്നവർ, നിറം മാറുന്നവർ, രാത്രിയിൽ മാത്രം വിരിയുന്നവർ, അങ്ങനെ വിചിത്ര സ്വഭാവമുള്ള ചില പൂക്കളുണ്ട്. പ്രകൃതി ഒളിപ്പിച്ചു വെച്ച ഈ മാന്ത്രിക പൂക്കളുടെ വിശേഷങ്ങൾ നമുക്ക് നോക്കിയാലോ? ആദ്യം നമുക്ക് നമ്മുടെ വീട്ടുതൊടിയിലെ ഒരു സുഹൃത്തിനെ പരിചയപ്പെടാം. 4 മണിപ്പൂവ്. ഇതിന്റെ പേരിൽ തന്നെ ഒരു കൗതുകമുണ്ട്, അല്ലേ? മറ്റു പൂക്കൾ രാവിലെ സൂര്യനെ നോക്കി വിരിയുമ്പോൾ ഈ മിടുക്കൻ കൃത്യം വൈകുന്നേരം 4 മണിയാകുമ്പോഴാണ് വിരിയുന്നത്. അതുകൊണ്ടാണ് ഇതിന് ഈ പേര് കിട്ടിയത്. സന്ധ്യാസമയം വരെ സുഗന്ധം പരത്തി നിൽക്കുന്ന ഈ പൂക്കൾക്ക് മഞ്ഞ, ചുവപ്പ്, വെള്ള എന്നിങ്ങനെ പല നിറങ്ങളുണ്ട്. ഒരു ചെടിയിൽ തന്നെ പല നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാകുമെന്ന പ്രത്യേകതയും ഇതിനുണ്ട്. വീട്ടിൽ ക്ലോക്ക് ഇല്ലെങ്കിലും ഈ പൂവ് വിരിയുന്നത് കണ്ടാൽ സമയം 4 എന്ന് നമുക്ക് ഉറപ്പിക്കാം. ഇനി നമ്മുടെ സൂര്യകാന്തി. സൂര്യകാന്തി പൂക്കൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവ എപ്പോഴും സൂര്യന്റെ ദിശയിലേക്ക് മുഖം തിരിച്ചു നിൽക്കും. ഹീലിയോട്രോപ്പിസം എന്നാണ് ഈ പ്രതിഭാസം അറിയപ്പെടുന്നത്. രാവിലെ കിഴക്ക് സൂര്യൻ ഉദിക്കുമ്പോൾ കിഴക്കോട്ട് നോക്കി നിൽക്കുന്ന പൂവ് വൈകുന്നേരം സൂര്യൻ പടിഞ്ഞാറ് അസ്തമിക്കുമ്പോൾ പടിഞ്ഞാറോട്ട് തിരിഞ്ഞു നിൽക്കും. ചെടിയുടെ തണ്ടിലുള്ള ഓക്സിൻ എന്ന ഹോർമോണാണ് സൂര്യനെ പിന്തുടരാൻ ഇവരെ സഹായിക്കുന്നത്. എപ്പോഴും വെളിച്ചത്തെ സ്നേഹിക്കുന്ന പോസിറ്റീവായ പൂവാണിത്. ഒരു ദിവസം കൊണ്ട് 3 വേഷം കെട്ടുന്ന ഒരു പൂവിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അതാണ് ചേഞ്ചിങ് റോസ അഥവാ ലാൻഡ് ലോട്ടസ്. രാവിലെ വിരിയുമ്പോൾ പാൽ വെള്ള നിറമായിരിക്കും ഈ പൂവിന്. ഉച്ചയാകുമ്പോഴേക്കും അത് ഇളം പിങ്ക് നിറമാകും. വൈകുന്നേരം സൂര്യൻ താഴുന്നതോടെ അത് നല്ല കടും പിങ്ക് നിറമായി മാറും. താപനില മാറുന്നതിനനുസരിച്ച് ഇവയുടെ നിറം മാറുന്നത് കാണാൻ ശരിക്കും ഒരു മാജിക് പോലെയാണ്. ഏപ്രിൽ ലില്ലി. വർഷത്തിൽ ഒരിക്കൽ മാത്രം വിരുന്നെത്തുന്ന മനോഹരമായ ഒരു പൂവാണ് ഏപ്രിൽ ലില്ലി. സാധാരണയായി കഠിനമായ വേനൽ ചൂടിന് ശേഷം ആദ്യത്തെ വേനൽ മഴ പെയ്യുന്നതോടെയാണ് ഇവ വിരിയുന്നത്. അതുകൊണ്ട് തന്നെ മിക്കവാറും ഏപ്രിൽ മാസത്തിലാണ് ഇവയെ നമ്മുടെ മുറ്റത്ത് കാണാറുള്ളത്. ഈ ചെടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ചെടിയിൽ ഇലകൾ വരുന്നതിന് മുൻപേ തന്നെ മണ്ണിൽ നിന്ന് ഒരു നീണ്ട തണ്ട് മുളച്ചു വരികയും അതിൽ പന്ത് പോലെ വലിയൊരു ചുവന്ന പൂവ് വിരിയുകയും ചെയ്യുന്നു. ഒരു ഫുട്ബോളിന്റെ ആകൃതിയിലുള്ളത് കൊണ്ട് ഇതിനെ ഫുട്ബോൾ ലില്ലി എന്ന് വിളിക്കുന്നു. വിരിഞ്ഞു കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾക്ക് മാത്രമേ ഈ പൂവ് നിൽക്കുകയുള്ളൂ. ബാക്കി മാസങ്ങളിലെല്ലാം ഇതിന്റെ വിത്ത് മണ്ണിനടിയിൽ ഒളിച്ചിരുന്ന് ഉറങ്ങുകയാണ് പതിവ്. അടുത്ത വർഷത്തെ ഏപ്രിൽ മാസത്തിനായി ഈ പൂവ് കാത്തിരിക്കുന്നത് പോലെയാണ് നമുക്ക് തോന്നുക. നിശാഗന്ധി. രാത്രിയിൽ മാത്രം വിരിയുന്ന അതിമനോഹരമായ ഒരു പൂവാണ് നിശാഗന്ധി. രാത്രിയിലെ റാണി അഥവാ ക്യൂൻ ഓഫ് ദ നൈറ്റ് എന്നാണ് ഈ പൂവ് അറിയപ്പെടുന്നത്. വെള്ള നിറത്തിൽ വലിയ ഇതളുകളുള്ള ഈ പൂവ് വിരിയുമ്പോൾ നല്ല സുഗന്ധം ചുറ്റും പടരും. സാധാരണ ചെടികളെ പോലെ മണ്ണിലല്ല, മറിച്ച് ഇതിന്റെ ഇലകളുടെ അരികുകളിൽ നിന്നാണ് പൂമൊട്ടുകൾ ഉണ്ടാകുന്നത്. സന്ധ്യാസമയത്ത് വിരിയാൻ തുടങ്ങുന്ന ഈ പൂവ് അർദ്ധരാത്രിയോടെ പൂർണ്ണമായി വിരിയുകയും സൂര്യോദയത്തിന് മുൻപേ വാടിപ്പോകുകയും ചെയ്യും. വർഷത്തിൽ
വളരെ കുറച്ചു തവണ മാത്രമേ നിശാഗന്ധി വിരിയാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ പൂവ് വിരിയുന്നത് കാണാൻ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. പ്രകൃതിയിലെ ഈ അത്ഭുതം കാണുന്നത് നമുക്ക് വലിയൊരു അറിവും സന്തോഷവുമാണ് നൽകുന്നത്. നീലക്കുറിഞ്ഞി. കൂട്ടുകാരെ, ഒരു പൂവ് വിരിയാൻ വേണ്ടി നിങ്ങൾ എത്ര ദിവസം കാത്തിരിക്കും? ഒരു ദിവസമോ അതോ ഒരാഴ്ചയോ? എന്നാൽ നമ്മുടെ മൂന്നാറിലെ മലനിരകളിൽ വളരുന്ന നീലക്കുറിഞ്ഞി എന്ന അത്ഭുത പൂവ് വിരിയാൻ നീണ്ട 12 വർഷം കാത്തിരിക്കണം. 12 വർഷത്തെ ഗാഠനിദ്രയ്ക്ക് ശേഷം ഈ ചെടികൾ ഒരുമിച്ച് പൂവിടുമ്പോൾ ആ മലനിരകളാകെ നീല നിറത്തിലുള്ള ഒരു പട്ടുടുപ്പ് പുതച്ചതുപോലെ തോന്നും. ദൂരെ നിന്ന് നോക്കിയാൽ നീലക്കടൽ മലമുകളിൽ എത്തിയതാണോ എന്ന് നമുക്ക് സംശയം തോന്നിപ്പോകും. ഈ മനോഹരമായ കാഴ്ച കാണാൻ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും ആളുകൾ എത്താറുണ്ട്. കുറിഞ്ഞിപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന ആ മലനിരകളെ നമ്മൾ സ്നേഹത്തോടെ നീലഗിരി എന്ന് വിളിക്കുന്നു. കൂട്ടുകാരെ, ഇനി നമ്മൾ കാണാൻ പോകുന്നത് അല്പം കുസൃതിയും ഭയവും നിറഞ്ഞ ഒരു പൂവിലേക്കാണ്. സ്നാപ് ഡ്രാഗൺ. ഈ പൂവിന് ആ പേര് വരാൻ ഒരു പ്രത്യേക കാരണമുണ്ട്. ഈ പൂവിന്റെ വശങ്ങളിൽ ചെറുതായി അമർത്തിയാൽ ഒരു ഡ്രാഗൺ വായ തുറക്കുന്നത് പോലെ ഇതിന്റെ ഇതളുകൾ വിടരും. വിരൽ മാറ്റിയാൽ അത് പെട്ടെന്ന് അടയുകയും ചെയ്യും. കുട്ടികൾക്ക് കളിക്കാൻ പ്രിയപ്പെട്ട ഒന്നായതുകൊണ്ട് ഇതിനെ ലയൺ മൗത്ത് എന്ന് വിളിക്കാറുണ്ട്. എല്ലാ പ്രാണികളെയും ഈ പൂവ് അകത്തേക്ക് കടത്തി വിടില്ല. ഭാരമേറിയ തേനീച്ചകൾ ഇതിന്റെ ഇതളുകളിൽ വന്നിരിക്കുമ്പോൾ മാത്രമേ ആ വായ തുറക്കുകയുള്ളൂ. ചെറിയ ഉറുമ്പുകൾക്കോ മറ്റ് പ്രാണികൾക്കോ ഇതിനുള്ളിലെ തേൻ മോഷ്ടിക്കാൻ കഴിയില്ല. ഈ പൂവിന്റെ ഏറ്റവും വലിയ അത്ഭുതം അത് വാടിക്കഴിയുമ്പോഴാണ്. പൂവ് കൊഴിഞ്ഞു പോയി കഴിഞ്ഞാൽ അവശേഷിക്കുന്ന വിത്തുസഞ്ചി കാണാൻ കൃത്യം ഒരു മനുഷ്യ തലയോട്ടി പോലെ ഇരിക്കും. വിരിഞ്ഞു നിൽക്കുമ്പോൾ അതിസുന്ദരമായും വാടിക്കഴിഞ്ഞാൽ പേടിപ്പെടുത്തുന്ന രൂപത്തിലും മാറുന്ന ഈ പൂവ് പ്രകൃതിയുടെ ഒരു വലിയ അത്ഭുതം തന്നെയാണ്. അപ്പോൾ കൂട്ടുകാരെ, സമയം നോക്കി വിരിയുന്ന 4 മണിപ്പൂ മുതൽ തലയോട്ടി പോലെ ഉണങ്ങുന്ന സ്നാപ് ഡ്രാഗൺ വരെ എത്രയോ വിസ്മയങ്ങളാണ് ഈ മണ്ണിലുള്ളത്. പ്രകൃതിയുടെ ഈ കൽപ്പനകൾക്ക് മുന്നിൽ നമ്മൾ അതിശയിച്ചു പോകും, അല്ലേ? ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു പുതിയ അറിവുമായി അടുത്ത ഞായറാഴ്ച കാണാം. ബൈ.